ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു പേർപ്പിൾ ഹോളായിട്ടാണ്. ഞാനിത് രണ്ടാമത്തെ വട്ടം വീഡിയോ എടുക്കുന്നത്. ആദ്യം ഞാനൊരു വട്ടം വീഡിയോ എടുത്തു, ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല. രണ്ടാമത് ഞാൻ വീഡിയോ എടുത്തു. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതില്ലെങ്കിലും അടിപൊളിയായാൽ മതിയെന്നു. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പിന്നെ പറഞ്ഞില്ല, ഞാൻ പൊളിച്ചു കേട്ടോ. ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതാട്ടോ. ഇതിലെന്തൊക്കെയാണ് ഉള്ളത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം, കാരണം ഞാനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ വീഡിയോയിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത് ഇതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇതിൻ്റെ മാമൻ മോളാണ്, ഇവളും ഞാനും കൂടിയാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇവളെ മുഖത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് സാധനങ്ങളൊക്കെ ട്രയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ നോക്കാം, സൺസ്ക്രീനാണ് ഗൈസ്. ഇത് വിഷ് കെയറിൻ്റെ നയസിൻമൈൻ്റെ ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആട്ടോ. ഞാൻ ഭയങ്കര സ്വെറ്റ് ആവുന്ന ഒരാളാണ്. അങ്ങനെ ഓയിലി സ്കിൻ അങ്ങനെ ഒന്നുമല്ല, പക്ഷെ നല്ല ഭയങ്കര രീതിക്ക് ഞാൻ സ്വെറ്റ് ആവും. അപ്പം ഓള് പറഞ്ഞ് ഇത് നല്ലൊരു ഇതാണ്, നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് പറ്റിയൊരു സംഭവമാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഓർഡർ ചെയ്തതാട്ടോ. വിഷ് കെയറിൻ്റെ ഇത് എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഉള്ള കേട്ടോ. ഞാൻ അപ്പം കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെർമാക്കോൻ്റെ ഒരു സൺസ്ക്രീൻ ആട്ടോ. അത് അടിപൊളിയാണ്, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആകുമ്പോൾ അത് വെള്ളം പോലെ ഒലിച്ച് പോകുന്ന മാതിരി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. ഞാൻ ഏകദേശം ഒരു 6 മന്തോളം ഞാൻ ആ ഒരു സൺസ്ക്രീൻ എന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ റീസ്റ്റോക്ക് അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ഒലിച്ചിറങ്ങുന്ന ഒരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രം ഞാൻ മാറ്റിയതാണ്. ഒക്കെ കോൾഡിൻ്റെ ചെറിയ പ്രശ്നം, സംസാരത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്തത് റോസ്മേരിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ഷാമ്പു ആണ്, ഹെയർ ഗ്രോത്ത് ഷാമ്പു ആണ്. ഇത് ഗൈസ് ഞാൻ ഇത്ര സാധനങ്ങൾ ഓർഡർ ചെയ്തൊക്കെ ഫ്രീ കിട്ടിയിട്ടുള്ളതാണ്. ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്യാം. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റർ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈലൈറ്ററിൻ്റെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹൈലൈറ്റിംഗ് ഉണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഭവമാണ്. നമുക്കത് പൊളിച്ചു നോക്കാം. കണ്ടോ ഈ സാധനം അടുക്കുന്നത്. നമുക്ക് ഇത് ഷെയ്ഡ് വന്നിട്ട് 01 ആട്ടോ. നമുക്ക് ഇവിടെ മൂത്ത് പരീക്ഷിച്ചോ. ചിരിച്ച ഇവിടെ അങ്ങനെ പൊന്തിക്കും, അടിപൊളി. ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നല്ല ഷൈനിങ് ഉണ്ട്. കണ്ടോ, ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല, പക്ഷെ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ലിപ്സ്റ്റിക് ആട്ടോ. ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഗൈസ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഞാനിപ്പം ഏകദേശം 1 ഇയറിലധികമായി ഞാൻ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഇത്. ഭയങ്കരമായിട്ട് ഇനി നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചാലും അങ്ങനെ ഒന്നും പോകുന്ന മാതിരി ഫീൽ ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരോട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനത്തെ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഷെയ്ഡ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഐ തിങ്ക് ഇനി ഫേസ് വാഷും കൂടി ഉള്ളൂ. അപ്പോൾ അത് ഫേസ് വാഷാണ് തോന്നുന്നു. ഫേസ് വാഷ് ഡോക്ടറിൻ്റെ ഒരു 2% സാലിസിക് ആസിഡ് ഉള്ളൊരു ഫേസ് വാഷാണ്. ഇത് ഞാൻ വാങ്ങാൻ കാരണം ഇതിൻ്റെ ഇതേ മാരത്തെ വേറൊന്നുണ്ടല്ലോ, ഒരു നീല കളറിൽ, മറ്റേ ഇതിൻ്റെ ഒക്കെ നീല കളറാണ്, പക്ഷേ അങ്ങനെ ഒരു മറ്റേ ഇങ്ങനെ പാക്കറ്റ് മാതിരിയുള്ളൊരു ഇതിലുള്ളത്, ഇത് ബോട്ടിൽ അങ്ങനത്തെ. അതെനിക്ക് അത്ര അങ്ങോട്ട് വർക്ക് ആയിട്ടില്ല. പിന്നെ ഫ്രണ്ട് പറഞ്ഞ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക്, ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ അത്ര എന്തായാലും മറ്റെന്തായാലും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത് എനിക്ക് അത്ര വർത്തായിട്ടില്ല. എല്ലാവർക്കും ഇങ്ങനെയുള്ള അറിയില്ല, എനിക്ക് വർത്തായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് എൻ്റെ മുഖത്തിട്ടാലും ഇവളെ മുഖത്തിട്ടാലും ഏത് ഷെയ്ഡിലാണ് വരികയെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പം ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കണ്ടോ, ഓക്കെ. കണ്ടോ, നമ്മൾ അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ഞാൻ ഇവരായാലും എന്നോട് ലിപ്സ്റ്റിക്ക് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഷെയ്ഡ് എടുത്ത് കൊടുക്കും. എൻ്റെ അടുത്ത് കുറേ ഷെയ്ഡ് ഉണ്ട്, പക്ഷേ ഞാൻ ഈ ഷെയ്ഡ് എടുത്ത് കൊടുക്കൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഷെയ്ഡാണിത്. അപ്പം നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക്